ഓ ഹലോ ലിയാക്കത്തില്ലേ? അതെ. ഞാൻ മെസ്സേജ് അയച്ചിരുന്നു. ആ ഞാൻ കുറച്ചു മുമ്പ് മെസ്സേജ് അയച്ചു, ഇന്നലെ മെസ്സേജ് അയച്ചപ്പം നിങ്ങൾ തിരക്കാന്ന് പറഞ്ഞിരുന്നു. ആ ഹാ ഹാ അപ്പൊ ഞാൻ നിങ്ങളെ യാദൃച്ഛികമായിട്ടാണ് നിങ്ങളെ വീഡിയോ ഞാൻ കണ്ടത്. ഞാൻ മറ്റേ ആരിഫ് ഹുസൈൻ സാറിന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണാറുണ്ട്. പോയപ്പോൾ യാദൃച്ഛികമായിട്ടൊരു ചരിത്ര വിഷയവുമായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ കണ്ടു. അപ്പൊ അത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എന്ന് പറയുമ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല, ഇത്ര പച്ചയ്ക്ക് പറഞ്ഞു, സത്യമായിട്ട് പറഞ്ഞു, വസ്തുതകൾ ഏത് നിരത്തി വിഷയം? പറഞ്ഞു. ബദർ. ആ കാരണം വസ്തുതയാണ് നിങ്ങൾ പറഞ്ഞത്. ഉം, വസ്തുത എന്ന് പറയുമ്പോഴേക്കും പഠിച്ചവർക്ക് മനസ്സിലാവും. പക്ഷെ അവർക്ക് അങ്ങനെ അങ്ങ് പറയാൻ പറ്റൂല. കാരണം പണ്ട് പലരും പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. ഇപ്പം ആ പറഞ്ഞ ഒന്നും അവരിപ്പം സമ്മതിച്ചിട്ടില്ല. കാരണം കാലം മാറി, ചിന്തിക്കുന്ന ആൾക്കാർ വന്നു, അല്ല ഈ ചുറ്റുപാട്. ധനം മക്കയിൽ ഉപേക്ഷിച്ച് പോകുന്ന ധനം തിരിച്ചു പിടിക്കാനാണ് ബദർ എന്ന് ഇപ്പൊ പുതിയ പച്ചക്ക് കാലത്തെ ന്യായീകരണമാണ്. ഇത് ഈ പുതിയ കാലത്തെ ന്യായീകരണം മാത്രമല്ല, ഇതിന്റെ വസ്തുത ഇപ്പൊ ഈ ഒരു മൂപ്പനാൻ ഈ അടുത്ത സമയത്ത് പറയുകയും ചെയ്തല്ലോ. അതെ അതെ അതെ. ആ, അവര് അതൊരു പ്രത്യേക ഒരു കൂട്ടരാ, ഒരു വിഭാഗം. അവര് പിന്നെ ഈ സമൂഹത്തിൽ വലിയ ഫേമസ് അല്ലാത്തത് കൊണ്ടാണ് അവരുടെ പറച്ചിലുകളും എഴുത്തുകളൊന്നും വലിയ സ്വീകാര്യത കിട്ടാതെ പോയത്. അതൊന്ന് പരിശോധിച്ച് നോക്കുവാണെങ്കിൽ എന്താണ് നിങ്ങളെ പോലത്തെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് വസ്തുനിഷ്ഠമായിട്ട് അവരെഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഇവര് പുരോഗമനത്തിന് കൂട്ടു നിൽക്കൂല. ഇവർ ഈ താലിബാൻ സിസ്റ്റം അനുസരിച്ചിട്ട് ആ പഴയ രീതിക്ക് പോകുന്ന ആൾക്കാരാ. അപ്പൊ അവരുടെ പ്രാർത്ഥന, അപ്പൊ നമസ്കാരങ്ങളായാലും അത് ഭൂരിപക്ഷം വിഭാഗത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമസ്കരിക്കുന്നത്. അവരുടെ വെള്ളിയാഴ്ച പ്രാർത്ഥനയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. അവരുടെ കണക്കനുസരിച്ച് മറ്റുള്ളവരുടെ വെള്ളിയാഴ്ച പ്രാർത്ഥന സ്വീകാര്യമല്ലെന്ന് അവർ പറയുന്നത്. കേരളത്തിൽ നടക്കുന്ന സംഭവമാണിത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ അവരുടെ ആ പുള്ളിക്കാരന്റെ പഴയ കുറെ പ്രഭാഷണങ്ങൾ, എഴുത്തുകളൊക്കെ ഉണ്ട്. അതിൽ പലതും അവര് തന്നെ ഈ ഇപ്പോഴും പറയുന്നുണ്ട്. ഈ പ്രസംഗമൊക്കെ, ഈ ബദറിന്റെ അതൊക്കെ അധികം പഴയതല്ല, പുതിയതാണ്. പുതിയതാണ്. അത് തന്നെ. എഴുത്തുകളുണ്ട് പഴയ. റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതെ, എഴുത്തുകളുണ്ട്, പഴയ കുറെ എഴുത്തുകളുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ചില പുസ്തകങ്ങളുണ്ട് പഴയ. അതിൽ പലതും ഇപ്പം മേടിച്ചു വെച്ചിരുന്നവർക്ക് കിട്ടും എന്നതിന് അപ്പുറം സ്റ്റോക്കുകൾ ഇപ്പൊ അവരിലില്ല. അവരിപ്പം അതെ അതെ അതെ. നമ്മൾ പേര് പറഞ്ഞ അവർക്ക് ഒരു പബ്ലിസിറ്റി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയാതിരുന്നത്. അപ്പം അവരൊക്കെ ഇങ്ങനെ പച്ചക്ക്, വളരെ പച്ചക്ക്, കാരണം ജെനുവിൻ ആയിട്ട് അവിടെ ഉള്ളത് പോലെ പറയാണ് അവര്. ഉള്ളത് പോലെ പറയാ. ഇപ്പം ഈ ഓൺലൈൻ ക്ലാസ് നടന്ന സമയത്ത്, കോവിഡ് സമയത്ത്, ഈ കുറെ മീഡിയാക്കന്മാര് കുറെ ക്ലാസ്സുകൾ സംസാരിച്ചിരുന്നല്ലോ. അപ്പോഴേക്കും അത് അവര് സംസാരിച്ചത് അവരുടെ പുസ്തകത്തിലുള്ളത് അവര് പറഞ്ഞത്. പക്ഷെ ഇത് ഇത്രമേൽ ചർച്ച ചെയ്യുന്നതും ഈ തരങ്ങളിൽ പോകുന്നൊക്കെ അറിഞ്ഞതിന് ശേഷം അവർക്കിടയിൽ തന്നെ ആ ഒരു വിഷയത്തെ കുറിച്ച് പിന്നെ ഒരു വീണ്ടും വിചാരം ഉണ്ടായി. അതെ അതെ അതെ. കാരണം പറയുമ്പോ അവര് ഈ പുറമെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ മറ്റുള്ള ആൾക്കാരാണെന്നാണല്ലോ, മറ്റേ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളെന്നല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അവർക്കിത് വലിയ ക്ഷതവാ, വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. ഈ തരത്തിലൊക്കെ ആണെന്ന് പറയുമ്പോഴേ ആൾക്കാർ ചോദിക്കൂലേ, നിങ്ങളെ പാഠപുസ്തകങ്ങളിൽ ഇങ്ങനെ പറഞ്ഞിട്ട് പുറമെ നിങ്ങൾ വിപരീതമായിട്ടാണല്ലോ പ്രചരിപ്പിക്കുക എന്ന് പറയുമ്പോഴേക്കും അത് അവർക്ക് ഒരു ഇരട്ടത്താപ്പാണ്. വസ്തുതകൾ ആ ഫീൽഡ് നിൽക്കുന്നവർക്ക് മനസ്സിലാവും. ഇപ്പം നിങ്ങളെ പോലത്തെ ആരെങ്കിലും ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചവർ പറയും, അത് മറ്റതാണ്, അത് സ്വീകാര്യമല്ലാത്തതാണ്, അത് ഓറിയന്റലിസ്റ്റുകൾക്ക് മറുപടി എഴുതിയ ആളാണ് ഹൈക്കല്. അതെ അതെ അതെ. അതില് നോക്കിയാൽ ഇതിനേക്കാളും ഭീകരമായ സാധനങ്ങളുണ്ട്. അത് ഞാൻ വായിച്ചിട്ടുണ്ട്, എനിക്ക് മനസ്സിലാവും. ഞാൻ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് അത് കണക്ട് ചെയ്യാൻ പറ്റിയത്. റഫീഖ് സലഫി പറയണ തബക്കത്തുൽ കബീറൊക്കെ എടുത്തവര് ഓടേണ്ടത്, തലയിൽ മുണ്ടിട്ട് ഓടേണ്ടി വരും. അതുപോലത്തെ സംഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു വിഷയം എന്ന് പറയുമ്പോഴേക്കും, ഇപ്പൊ ഇതിന്റെ അകത്ത് തന്നെ ഇപ്പൊ ഇവരിപ്പം കുറെ കാര്യങ്ങള്, ഈ നമ്മുടെ ജമാഅത്തുകാരുണ്ട്, അവര് പണ്ടേ കുറെ കാര്യങ്ങള് ഈ ഇതൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് തള്ളി നടന്ന ആൾക്കാരാ. ഏറ്റവും ഒടുവിലാണ് അവരുടെ നേതാവിനെ തള്ളിയത്, മൗദൂദിയെ. കാരണം അദ്ദേഹത്തിന്റെ സകല പുസ്തകങ്ങളും മലയാളത്തിൽ അവര് വിവർത്തനം ചെയ്തിട്ടുണ്ട്, അയച്ചു.
അതിന്റെ ഒരൊറ്റ പർദ്ദ പുസ്തകം ഒഴിച്ച്. എവിടെയെങ്കിലും കിട്ടോ? പർദ്ദ ആൻഡ് ദ സ്റ്റാറ്റസ് ഓഫ് ഇസ്ലാം, മൂവ്മെന്റ്സ് ആ ഇൻ ഇസ്ലാം എന്നൊരു പർദ്ദ പുസ്തകം. അതാണ് വിറ്റ്. പർദ്ദയുടെ മലയാള പരിഭാഷ AP കാരാണ് ഇറക്കിയത്. ആ അത് കറക്റ്റ് ആയിട്ട് അത് ഇറക്കിയിട്ടുണ്ട് അത്. അത് കറക്റ്റ് ആയിട്ട് അവർ ഇറക്കിയിട്ടുണ്ട്. അത് അതെ. എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു ആ പുസ്തകം. ഞാൻ നോക്കട്ടെ, കിട്ടുവാണെങ്കിൽ ആ ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യാം. എന്റെ കയ്യിൽ എന്റെ കളക്ഷനിൽ ഉണ്ടായിരുന്നു അത് പർദ്ദയുടെ. ഓഹോ ഹോ. പർദ്ദ ആ അത് ഒരൊറ്റ ആരാ ബുക്ക് തർജ്ജമ ഒഴിച്ച്. ചെയ്തതെന്ന് അറിയാമോ? എങ്ങനെ? അത് ആരാ തർജ്ജമ ചെയ്തതെന്ന് അറിയാമോ എനിക്ക്? പർദ്ദ ഒരു ഇർഫാനി ബിരുദമുള്ള ഒരു ടീംസ് ആണ് അവർ ഇറക്കിയത്. അത് ശരി. AP കാർ സ്ഥാപനത്തിൽ നിന്ന് അത് ഇറക്കിയത്. അങ്ങനെയാണെങ്കിൽ മർക്കസ് ബുക്സിൽ ഉണ്ടാവും കോഴിക്കോട്, പോയി നോക്കണം. അത് കാണേണ്ടതാണ്. അത് കാണേണ്ടതാണ്. നമുക്കിവിടെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്, ഞാൻ തിരക്കി വെക്കട്ടെ. അത് അതേപോലെ കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങളെ കുത്തുബാത്ത് contact ഒന്നും മലയാളത്തിലില്ലല്ലോ? ആ ഉണ്ട് ഉണ്ട്, മലയാളത്തിൽ ചെയ്യാം. ഉണ്ടല്ലോ, അയ്യോ കുത്തുബാത്ത് അതില്ലെങ്കിൽ പിന്നെ അതില്ലല്ലോ. പരിഷ്കരിച്ച് ഇറക്കിയിട്ടുണ്ട്. അത് ഞാൻ last മേടിച്ചു. പരിഷ്കരിച്ച് അതെ പരിഷ്കരിച്ച്. ഷെയ്ഖ് മുഹമ്മദ് കാരൊക്കെ കുറെ മറുപടി പറഞ്ഞ് തീർന്നതാ അത്. കിട്ടി. അയാളെ ജീവിക്കാൻ സമ്മതിക്കാത്ത ഖുത്തുബാത്ത് മൗദൂദിയുടെ. അയാളെ അതിന് ബുക്കിന് പഴയ പതിപ്പ് മറുപടി. കിട്ടണം, കൊറേയൊക്കെ കലർത്തി അത് എഴുതിയിട്ടുണ്ടാവും. പഴയ ലൈബ്രറിയിലൊക്കെ കിട്ടുള്ളത്. ഇപ്പോഴത്തെ മേടിച്ചിട്ട് നോക്കിയാൽ ചിലപ്പം ഇത് ഇവരെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഒക്കെ എഴുതിയായിരിക്കും. മൗദൂദി അതുമായിട്ട് യാതൊരു ബന്ധം കാണും. ഉണ്ടാവില്ല. അപ്പൊ അല്ലെങ്കിൽ പിന്നെ ഇവര് കുത്തുബാത്തിന്റെ ഇംഗ്ലീഷ് ഒക്കെ എടുക്കണം പഴയത്. അതെ. അതിന് പിന്നെ ഇവർക്ക് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് കൈ കടത്താൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, ഇവര് തുടക്കം മുതലേ പിന്നെ പലതും അതൊന്നും ഇസ്ലാം അല്ല എന്ന് പറഞ്ഞ് തള്ളി പോയ ടീമാണ് ജമാഅത്തുകാർ. അവസാനം ഒടുവിൽ അവർക്ക് തന്നെ വിനയായതാ. കാരണം അവരുടെ നേതാവിന്റെ ഒരു പുസ്തകമുണ്ട്, അത് സൂറത്ത് നൂറുമായി ബന്ധപ്പെട്ട് കുറെ ചർച്ചകൾ വരുന്ന ഒരു വിഷയമാണ്. അത് പിന്നെ പർദ്ദയായിട്ട് വന്നതാ. അപ്പൊ അതിന്റെ അകത്ത് വീക്ഷണം വെച്ച് നോക്കുകയാണെങ്കിൽ സ്ത്രീ രംഗപ്രവേശനോ രാഷ്ട്രീയ പ്രവേശനോ ഒന്നും പാടില്ല എന്ന് പച്ചയ്ക്ക് പറഞ്ഞതാ. അവസാനം അവർക്ക് മനസ്സിലായി ഇയാള് നമുക്ക് തലവേദനയാവാം, അയാളങ്ങ് ഒഴിവാക്കി. അവസാനം ഒഴിവാക്കി പരസ്യമായിട്ട് അങ്ങനെ പറയുന്നുള്ളൂ. ഇപ്പോഴും അവരുടെ ആശയധാര തന്നെയാണ് അത് തന്നെ. എന്നാലും ഇവരിപ്പോ മറ്റേ ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമി എന്നൊക്കെ പറയുമ്പോഴേക്കും അവർ വലിയ പുരോഗമന ചിന്താഗതിക്കാരാണ്. അറിയുന്നവർക്ക് മനസ്സിലാവും ഇവര് ഇപ്പോഴും മറ്റേ കാപട്യാണ് ഇവരുടെ ഐഡന്റിറ്റി. ഇവരുടെ ഐഡിയോളജിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കാപട്യം. ആണ്. അങ്ങനെയാണല്ലോ. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ കേരളത്തിലെ 4 സുന്നി വിഭാഗങ്ങളിൽപ്പെട്ടവര്, ആധികാരികമായിട്ട് 4 സുന്നി വിഭാഗമുണ്ട്. ഈ 4 ആധികാരിക വിഭാഗവും ഒരുമിച്ച് പറയുന്ന ഒരു സംഗതിയാണ് ഈ അന്യമതസ്ഥരുടെ ആഘോഷമായാലും അവരുടെ അതിൽ പങ്കെടുക്കാൻ പാടില്ല, ആശംസകൾ നേരാൻ പാടില്ല, അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകണം. പച്ചയ്ക്ക് പറഞ്ഞിട്ടുമുണ്ട്, പച്ചയ്ക്ക് പറയുന്നവരാണ്. അത് അവരുടെ ആദർശമായിട്ട് അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഈ പാണക്കാട് തങ്ങന്മാര് അല്ലെങ്കിൽ അതുപോലത്തുള്ള ആൾക്കാര് വരേണ്ട താമസമേ ഉള്ളൂ. അവരങ്ങ് പച്ചക്ക് എഴുതി വിടുകയാണ് ക്രിസ്മസ് ആശംസ, ഓണാശംസ. ഇതിനെക്കുറിച്ച് ആരെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവര് കടന്ന് ഉരുണ്ട് മറിഞ്ഞ് മെഴുകലോടെ മെഴുകലായിരിക്കും. അവർക്കൊന്നും പറയാൻ പറ്റൂല. സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കി വെച്ച് നോക്കുകയാണെങ്കിൽ പാണക്കാട് തങ്ങന്മാരെന്ന് തോന്നുന്നു ഏറ്റവും വലിയ എക്സ് മുസ്ലിം. പല ലെയറിലുള്ള ആൾക്കാർ അതിനകത്തുണ്ട്. എല്ലാ തങ്ങന്മാരിലുണ്ട്. പാണക്കാട് മാത്രമല്ല, കുറെ തങ്ങൾ കുടുംബത്തിൽ നിന്ന് കുറെ ആൾക്കാരൊക്കെ നമ്മൾ വിളിക്കാറ് മുഖ്യധാരയിൽ നിൽക്കും. കാരണം അവര് ഇപ്പൊ ഈ സമസ്ത വലിയ പരമോന്നത പണ്ഡിത സംഘടനയെന്നാണല്ലോ അവരെ അവകാശവാദം. പക്ഷെ എന്നെങ്കിലും ഒരു ദിവസം അവരുടെ വഴിക്കോ അല്ലെങ്കിൽ അവര് വരച്ച വഴിയിലോ ഈ പറയുന്ന ആൾക്കാരെ നിർത്താൻ പറ്റിയിട്ടുണ്ടോ? പറ്റൂല. അവര് ശാസിക്കുമെന്നോ അവര് മറ്റെല്ലാ ക്ലാസ് അവരതിന്റെ ആത്മീയ നേതൃത്വത്തിലുള്ള ആൾക്കാരോടെയാണല്ലോ. ഇവര് രാഷ്ട്രീയ പാർട്ടിക്കാരെന്നുള്ള രാഷ്ട്രീയ അഡ്രസ്സിലാണ് ഇത്തരം കലാപരിപാടികളൊക്കെ ചെയ്യുക. മതത്തിന്റെ വേദിയിലെത്തുമ്പോ ഇവര് മതത്തിൻ്റെതായിട്ടുള്ള ഭയങ്കര സംഭവം. സാദിഖലി ശിഹാബ്ദങ്ങളൊക്കെ ഭയങ്കര ഇരട്ടത്താപ്പ് പലതവണയായിട്ട് പ്രകടിപ്പിച്ചിട്ടുള്ള ആളാണ്. ഞാൻ അയാളുടെ വീഡിയോ ഒക്കെ മുമ്പ് പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. കാരണം ഇതിപ്പോ നമുക്ക് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഒരു ഉദാഹരണം പറയും. ജനങ്ങളെ പറ്റിക്കുന്നതിൽ ഒരു ഡോസ. അതായത് ഇപ്പം അവരുടെ ഒരു പരിപാടി നടത്തുന്നുണ്ടല്ലോ, മറ്റേ എന്താ പേര് പറയാ, നൂർ സല എന്താന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ടല്ലോ, സലാത്തിന്റെ. എന്താ അതിന്റെ പേര് എനിക്ക് കിട്ടുന്നില്ല. പക്ഷെ ആ പരിപാടിയുടെ ബ്രാൻഡ് അംബാസഡർ ആയിരുന്നത് ഈ മരിച്ചുപോയ തങ്ങളായിരുന്നു. അപ്പോ അതിന് അവര് ആ പരിപാടി നിരന്തരമായിട്ട്
അത് പറയുന്നത് കൊണ്ട് ഉണ്ടാകുന്ന നേട്ടങ്ങളിൽ പ്രധാനപ്പെട്ടതായിട്ട് അവര് എണ്ണി പറഞ്ഞത് ഉം, ക്യാൻസർ ബാധിക്കൂല എന്നുള്ളതാണ്. ഉം, 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 നമ്മള് പട്ടിക്കാട് ജാമ്യന്നൂരിയിലൊക്കെ ഉം, ഇതിന്റെ വാർഷികങ്ങളുണ്ടാകും. ഉം, അപ്പോൾ അതില് പോകുമ്പോൾ അറിയാൻ പറ്റും. അപ്പം അതിൽ പ്രധാനമായിട്ട് പറയുന്നത് ഇത് നിരന്തരമായിട്ട് ചൊല്ലുകയും ഉം, അത് ഓതുകയൊക്കെ ചെയ്യുന്നവർക്കിടയിൽ ദാരിദ്ര്യം, കഷ്ടപ്പാട് അത് സ്വാഭാവികമായിട്ട് ആർക്കും ഉണ്ടാവില്ലെന്ന ഒരു വാഗ്ദാനം കൊടുക്കുന്നു, പൊതു ഉം, വാഗ്ദാനം. ഉം, ഉം. ഏറ്റവും പുതിയതെന്ന് പറയുന്നത് ക്യാൻസർ ക്യാൻസർ രോഗം ആയിട്ടുള്ള ഉണ്ടാകും. പക്ഷെ ഇതിന്റെ ബ്രാൻഡ് അംബാസഡറായ തങ്ങൾ മരണപ്പെട്ടത് ക്യാൻസർ ക്യാൻസർ കൊണ്ടാണ്. ആയിട്ടാണ്. അതെ, അതെ. ഒരാളെ രോഗത്തെ കളിയാക്കിയല്ല, പക്ഷെ ഈ ജനങ്ങളെ പറ്റിക്കുന്നതിന് ഒരു പറ്റിക്കുന്ന ഒരു 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 മയമില്ലേ. അതെ. ആയിക്കോട്ടെ, എന്തായാലും നമുക്ക് സംസാരിക്കാം ഇടയ്ക്ക് ഇനിയും. നിങ്ങള് അതെ, സ്ഥലം എവിടെ? ഓക്കെ. കൊല്ലത്താ? ഞാന് ശരിക്കും പറഞ്ഞാല് ചുറ്റുപാടായിട്ടൊക്കെ വരും. ശരി, ശരി. ആയിക്കോട്ടെ, ആയിക്കോട്ടെ. ഓക്കെ, സന്തോഷം. ഓക്കെ, ഇത് ശരി, സന്തോഷം. ഓക്കെ, 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 ശരി എന്നാ, ഓക്കെ, ശരി, ആയിക്കോട്ടെ. ഓക്കെ.